സുബൈർ മാഷിൻ്റെ ഒരു ജീവിതത്തിൻ്റെ തുടക്കം, ആ വിദ്യാഭ്യാസ കാലഘട്ടം, അതായത് മാഷിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ മാഷ് എന്താണ്, എങ്ങനെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ തന്നെ എൻ്റെ പിതാവ് കർഷകനായിരുന്നു, എൻ്റെ മാതാവ് കർഷകയായിരുന്നു. അവരോടൊപ്പം ഞാൻ കൃഷിയിൽ ഏറ്റവും കൂടുതൽ അവരൊപ്പം സഹകരിച്ചുകൊണ്ടാണ് നിന്നത്. പക്ഷെ 10ാം ക്ലാസ് തോറ്റുപോയി. തോറ്റത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ആ തോൽവിയാണ് എൻ്റെ ഇത്രയും വിജയത്തിലെത്തിച്ചത്. 3 പ്രാവശ്യം ഞാൻ തോറ്റ്. ഒന്നല്ല 3 പ്രാവശ്യമാണ് ഞാൻ തോറ്റേക്കണത്. അത് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, എല്ലായിടത്തും പറയാറുണ്ട്. കാരണം തോൽവി നമുക്ക് പരാജയമല്ല, തോൽവി നമ്മുടെ വിജയമാണ്. ഇന്ന് കേരളത്തിലുള്ള അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപനം കൂടിയാണ് വന്നേക്കണത്. അപ്പോൾ ആ കൃഷി വാപ്പായും ഉമ്മയും കാണിച്ചു തന്ന ഒരു പ്രവർത്തനമാണ് എന്നെ ഇന്ന് നല്ലൊരു കർഷകനാക്കി. എൻ്റെ ആ പ്രവർത്തനം കൊണ്ട് ധാരാളം വിദ്യാർത്ഥികളെയും എൻ്റെ മക്കളെയും കർഷകനാക്കാൻ സാധിച്ചു. ഈ തോൽവിയിലൂടെ വിജയം കണ്ടെത്തിയ ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ ഒരു അധ്യാപകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. താങ്കളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൻ്റെ തുടക്കത്തിൽ താങ്കൾ ഒരു പക്ഷേ അങ്ങനെയല്ലായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ അല്ലായിരുന്നു. കാരണം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ താങ്കൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സുകാരനായിരുന്ന താങ്കൾ എങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തകനായി, അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇത്രയും ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് താങ്കൾ മാറിയത് എങ്ങനെയാണ്? എൻ്റെ വാപ്പയുടെ വാപ്പ നല്ലൊരു കാരുണ്യ പ്രവർത്തനമായിരുന്നു. പിതാവും അതേമാതിരി തന്നെ നല്ലൊരു ജനങ്ങളോട്, പ്രത്യേകിച്ച് പാവങ്ങളോട് വാപ്പ കൂടുതൽ അനുകമ്പ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഈ കൊപ്ര ഉണ്ടാക്കും, തേങ്ങ വെട്ടുണ്ടായിരുന്നു, അതുപോലെ ചെമ്മീൻ കിള്ളിക്കലുണ്ടായിരുന്നു, ഈ കൃഷി മറ്റേ കൊയ്ത്ത്. അപ്പോൾ അവിടെയൊക്കെ പാവങ്ങളാണ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. വാപ്പ അവിടെ വാപ്പ ഒരു 4 മണിക്കല്ല 5 മണിക്കാണ് അവർ കയറി പോകണമെങ്കിലും വാപ്പ നേരത്തെ കൂലി കൊടുക്കും ഇവർക്ക്. അതായത് മുഹമ്മദ് നബിയുടെ വചനം അങ്ങനെ വാപ്പ അത് കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് വരാൻ കാര്യം, എൻ്റെ ബിസിനസ് ഗൾഫ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊച്ചി രൂപതയിൽ എനിക്ക് ജോലി തന്ന്, പറത്തറ അച്ഛൻ കൊച്ചി രൂപതയിൽ അറബി അധ്യാപകനായിട്ട് ജോലി തന്ന്, അങ്ങനെ കൊച്ചിയായിട്ട് നല്ല ബന്ധം വന്നപ്പോൾ അവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോടൊക്കെ അടുക്കാൻ തുടങ്ങി, രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ അടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു മേഖല എനിക്കവിടെ തോന്നിയത് നല്ല പ്രവർത്തിക്കാൻ പറ്റിയ ഏരിയയാണ്. ജനങ്ങളായിട്ട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. പിന്നെ ഏറ്റവും നല്ലൊരു സ്നേഹമുള്ള നാടാണത്. കൊച്ചി എന്ന് പറയുമ്പോൾ പലർക്കും പല കാഴ്ചപ്പാടുണ്ടെങ്കിലും ഈ 17 വർഷത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഏറ്റവും നല്ലൊരു നാടാണ് കൊച്ചി. കാരണം അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും കൈ നീട്ടില്ല. എപ്പോൾ നോക്കിയാലും നല്ല ഡ്രസ്സ്, അഭിമാനികളാണ്. എൻ്റെ മക്കൾ പറയും, ഞാൻ അവിടെ കുട്ടികളോട് ചോദിക്കും, മക്കളെ നിങ്ങളുടെ ടൗൺ ഹാളിൽ കല്യാണം നടത്തുമ്പോൾ ആരെങ്കിലും അറിയാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ പോകില്ല. എത്ര കല്യാണം ഉണ്ടെങ്കിലും സാറെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങളൊന്നും അങ്ങോട്ട് പോകില്ല, ആ ഏരിയയിലേക്ക് ഞങ്ങൾ പോകില്ല. പട്ടിണി കിടന്നാലും ആ മക്കൾ ആ പട്ടിണിയോട് തന്നെ ജീവിക്കുന്ന മക്കളുടെ ഇടയ്ക്ക് കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആ കൊച്ചി രൂപത എനിക്ക് തന്ന ജോലി, ഞാൻ നല്ലൊരു ബിസിനസ്സിൽ നല്ല ലക്ഷങ്ങളുണ്ടാക്കിയ ഒരാളാണ്. നല്ല പണം ഉണ്ടാക്കിയ സ്ഥലത്താണ് ഞാൻ ഈ 2007 എനിക്ക് പറത്തറച്ചൻ ജോലി തരുന്നത്, സാന്റാക്രൂസ് സ്കൂളിൽ. അങ്ങനെ അറബി അധ്യാപകനായിട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു മരമായിരുന്നു. ആ മരത്തിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലായിരുന്നു ആ മരം കൊണ്ട്. അത് അവിടെ വേസ്റ്റൊക്കെ വീണ്, അപ്പോൾ അതെല്ലാം അടിച്ചൊക്കെ ക്ലീൻ ചെയ്ത് അച്ഛനോടത് പറഞ്ഞ് അച്ഛനത് വെട്ടി മാറ്റി തന്ന് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 79 ഫലവൃക്ഷത്തൈ നട്ട് അതിൻ്റെ നിങ്ങൾക്ക് അടുത്ത് അവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇന്ന് മാങ്ങ വരെ ഉണ്ടായി പഴുത്ത് കിടക്കണം ഇപ്പം അതിൻ്റെ അകത്ത്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കിളികൾ കൊത്തണത്. അപ്പോൾ കിളികൾക്കും വേണമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ചക്കയാണെങ്കിലും ലാസ്റ്റത്തെ ഒരു ചക്ക ഞങ്ങൾ ഇട്ടേക്കും. ഇപ്പം ഉമ്മ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, ഈ പപ്പായ പഴുത്തപ്പോൾ ഉമ്മ പറഞ്ഞു അത് കാക്ക കൊത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാപ്പ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഈ പേരൊക്കെ ഇപ്പോൾ നിങ്ങൾ തിന്ന പേരൊക്കെ തന്നെ കിളി കൊത്താറുണ്ട്. അത് അവർക്കുള്ളതാണ്, അവർക്കും കൊടുക്കണമല്ലോ. അതെ, എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഇവിടെയുള്ള മുഴുവൻ സ്വത്തും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു കൃഷിയിലേക്ക് ഞാൻ കൂടുതലെടുത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കൃഷി ഞാനത് അവിടെ സ്കൂളിലേക്ക് ആക്കിയെടുത്തു.
ആദ്യം അവിടെ ആ ഏരിയയിൽ നമ്മുടെ സ്കൂൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. പരിസ്ഥിതി ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് ഗവൺമെൻറ് തലത്തിലുണ്ട്. ഈ പരിസ്ഥിതി ക്ലബിനെ ഞാനത് എൻ്റെ സ്കൂളിൽ തന്നെ പ്രാവർത്തികമാക്കി. അങ്ങനെ ബഹുമാനപ്പെട്ട AEയോട് പറഞ്ഞു, അത് തൊട്ടടുത്ത സ്കൂളിലാക്കി. പിന്നെ അത് മട്ടാഞ്ചേരി സബ് ജില്ലയിലാക്കി. അതിൻ്റെ പിന്നിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് ആ കൃഷി കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ അത് സന്തോഷ് സാറ്, ഷൈൻമോൻ സാറ്, ഇപ്പോൾ ADP ആയിട്ടൊക്കെ ഇരിക്കുന്ന സന്തോഷ് സാറും ഷൈൻമോൻ സാറും എൻ്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ജില്ലയിലൊക്കെ വ്യാപിക്കാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ജില്ല ഏറ്റവും വലിയ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി ജില്ലാ കോർഡിനേറ്ററാണ് ഇപ്പോൾ ജില്ലാ പരിസ്ഥിതി കോർഡിനേറ്ററാണ്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൃഷിപ്പാടം കൊണ്ടുവരിക എന്നതാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് സംബന്ധിച്ച് കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അത് നമ്മുടെ മന്ത്രി അനിലില്ലേ, കൃഷി മന്ത്രി അനിലല്ലായിരുന്നു തൃശ്ശൂർ ഇപ്പോൾ സുനിൽകുമാർ സാർ ഇരുന്നപ്പോഴാണ് അത് ശരിക്കൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു തന്നെ. നമുക്ക് സ്കൂളുകൾ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് 15,000 രൂപ വെച്ച് ജൈവ വൈവിധ്യ ഉദ്യാന പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്കൂളുകൾക്ക് തന്നു. അതിനുശേഷം ഇപ്പോൾ പ്രസാദ് സാറും അതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിവേദനങ്ങൾ കൊടുത്ത അടിസ്ഥാനത്തിൽ നമുക്ക് 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് പറഞ്ഞേക്കണത് കൃഷിപ്പാടം കൊണ്ടുവരാമെന്ന് ഉറപ്പ് പറഞ്ഞേക്കാം. അത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA മാക്സി സാറ് കഴിഞ്ഞ ഇപ്പോൾ കഴിയാൻ പോണ അധ്യാപന വർഷ തുടക്കം 2023-24 മെയ് 31 ആ ഡേറ്റിൽ കൃഷിപ്പാടം എന്നുള്ള ഒരു പദ്ധതി കൊടുത്ത് ആദ്യ പാഠം കൃഷിപ്പാടം നമ്മുടെ അഡ്വക്കേറ്റ് ആൻ്റണി കുരിത്തറയും ഒക്കെ കൂടി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അത് ഞാൻ പറയല്ലോ, എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് മാധ്യമപ്രവർത്തനം. കൊച്ചിയിലുള്ള പ്രസ് ക്ലബ്ബ് ശരിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കൊച്ചി പോലുള്ള ഒരു പ്രദേശത്ത് അറിയാലോ, കൊച്ചിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായൊരു ഘടന, പിന്നെ ജനസാന്ദ്രത ഏറെയുള്ള ഒരു സ്ഥലം, ഒരു വീടിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു വീട്, അങ്ങനെ വളരെ ഇപ്പോൾ 3/4 സെൻറ്റ് 1 സെൻറ്റ് 1.5 സെൻറ്റ് സ്ഥലത്തൊക്കെ ആണ് പല വീടുകളും അവിടെ നിലനിൽക്കുന്നത്. അവിടെ ഈ കൃഷിക്ക് ഒരു പ്രാധാന്യം കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. രണ്ടാമത് അവിടെ തരിശായി കിടക്കുന്ന ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. പല സ്ഥലത്തും തരിശായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ SDP സ്കൂളിൽ ഗ്രൗണ്ടുണ്ട്, അതുപോലെ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സിൽ ഗ്രൗണ്ടുണ്ട്, നമ്മുടെ അങ്ങനെ പല സ്കൂളുകളിലും സ്ഥലങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയായിരുന്നു. അങ്ങനെ അവിടെയുള്ള കുട്ടികളെ കൊണ്ടുവരിക. പിന്നെ മാക്സി സാറിൻ്റെ വൈഫ് കൃഷിയോട് കുറച്ച് താല്പര്യം കാണിച്ചിരുന്നു. അവർക്ക് എന്തോ 15 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചാനലിലൊക്കെ വാർത്തകൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര കർഷകനാണെന്നുള്ള നിലയിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടത്. വലിയ കർഷകനൊന്നുമല്ല, ചെറിയൊരു കർഷകനായിരുന്നു. അപ്പോൾ ആ കൊച്ചി എന്നുള്ള പ്രദേശത്താണ് എനിക്ക് ഏറ്റവും നല്ല. ഇപ്പോൾ ചെരുപ്പില്ലാത്ത നാട്ടിൽ ചെന്നിട്ട് വേണം ചെരുപ്പ് കച്ചവടം ചെയ്യാൻ വേണ്ടി, കൃഷിയില്ലാത്ത നാട്ടിൽ ചെന്നിട്ട് വേണം കൃഷി ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ അരൂക്കുറ്റി പടുതലയിൽ ഞാൻ കൃഷി ചെയ്താൽ ഇവിടെ എല്ലാവരും കർഷകരാണ്, അതിന് വലിയ പ്രാധാന്യമില്ല. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി അധികം ഇല്ല. അവിടെ വന്ന് കൃഷി ചെയ്യാൻ എനിക്ക് നല്ല ഉറപ്പായിരുന്നു കൃഷി വിജയിക്കുമെന്ന്. അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊതുവിലെ അധ്യാപനം നടത്തുക, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വാങ്ങുക, വീട്ടിൽ പോവുക, സുഖമായിട്ടിരിക്കുക, പൊതുവിൽ കണ്ടെത്താം. എന്നാൽ അല്ലാത്ത അധ്യാപകരുണ്ട്, സാമൂഹിക പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരുണ്ട്. അവർ രാഷ്ട്രീയ രംഗത്തായിരിക്കും കൂടുതൽ ക്ഷോഭിക്കുന്നത്. മാഷ് അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട്, മാഷിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്താണ് മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ ഒരു പക്കാ രാഷ്ട്രീയക്കാരനായിട്ട് മാറാൻ മാഷ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ സാമൂഹിക പ്രവർത്തനമാണ്, എല്ലാ രാഷ്ട്രീയക്കാർക്കും വലിയ ഇഷ്ടമാണ്, എല്ലാ രാഷ്ട്രീയക്കാരോടും വലിയ അടുപ്പുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ഞാൻ UDFൻ്റെ ആളായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. നമ്മളെന്തൊരു പ്രവർത്തനം ചെയ്യണമെങ്കിലും അത് കമ്മിറ്റി കൂടണം, മുകളിൽ നിന്നുള്ള ഓർഡർ വരണം. ഈ സന്ദർഭത്തിൽ കൊച്ചിയിൽ ക്ലീൻ ഫോർട്ട് കൊച്ചി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനക്കാർ സ്കൂളിൽ വന്ന് അവരുടെ പ്രവർത്തനങ്ങൾ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നല്ല സാമ്പത്തികമുള്ളവരൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അവർ ഗ്ലൗസൊക്കെ ഇട്ട്
അവിടെ ക്ലീൻ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഗ്ലൗസ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പോൾ ഞാൻ അവരൊപ്പം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ ക്ലീൻ എഡ്യൂക്കേറ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്കിന്നിപ്പോൾ തോന്നിയാണ് ഏതെങ്കിലും കിണർ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ പോവുകയാണ്. ഇപ്പോൾ ജംഗ്ഷൻ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ വടതല ജംഗ്ഷൻ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഗ്രൂപ്പിലിടും. ചില ആൾക്കാരൊക്കെ വരും, അല്ലെങ്കിൽ അവിടെ ഓട്ടോറിക്ഷക്കാരുണ്ടാവും. അപ്പോൾ മക്കളെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളിലെ പിള്ളേരുണ്ടാവും. അപ്പോൾ മക്കളെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ സ്കൂളുകാരും വിട്ടു തരും. അങ്ങനെ എനിക്ക് എപ്പോൾ തോന്നുന്നുവോ, എപ്പോൾ ഒരു പ്രവർത്തനം ചെയ്യാൻ തോന്നുന്നോ അതപ്പോൾ ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിനെയും വിട്ടിട്ട് ക്ലീൻ എഡ്യൂക്കേറ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഇപ്പോൾ 8 വീട് പൂർണ്ണമല്ലെങ്കിലും ഒരുപാട് രീതിയിൽ എനിക്കിത് ചെയ്തു കൊടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാവങ്ങളുടെ ധൈര്യത്തടയം എഴുതാറുണ്ട്, എൻ്റെ ഗ്രൂപ്പുകളിൽ എഴുതാറുണ്ട്. പട്ടിണി പാവങ്ങളുണ്ടെങ്കിൽ പട്ടിണി ആരും ഇവിടെ കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ മരുന്നില്ലാതെ ആരും ഇവിടെ മുന്നോട്ട് പോകാൻ പാടില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുക. അപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും ഏത് നിമിഷവും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അതുപോലെ ബ്ലഡ്, ഹോസ്പിറ്റൽ കേസുകൾ, അപ്പോൾ എന്ത് പരിപാടിക്കാണെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരെ മറിച്ച് ആ രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംഘടനയിലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ എല്ലാത്തിനും പിരിവിന് പോകണം, അതിനൊക്കെ പോകണ്ടേ. ഇപ്പോൾ ഈ ക്ലീൻ എഡ്യൂക്കേറ്റ് ഫൗണ്ടേഷൻ ചെയ്യുന്ന ഓണക്കിറ്റ്, റംസാൻ കിറ്റ്, ക്രിസ്മസിൻ്റെ ആ ഗ്രൂപ്പിൽ അംഗങ്ങൾ, ആ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുകയുള്ളൂ. ഞാനിപ്പോൾ പാസ്പോർട്ട് അങ്ങനെയുള്ള ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ നേടിക്കൊടുത്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയൊക്കെ വല്ല ആരെങ്കിലൊക്കെ മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വരുമാനം മുഴുവനും, 1 രൂപ പോലും ഞാൻ എടുക്കില്ല, ആ വരുമാനം മുഴുവനും പാവങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് ആരുടെടുത്തും കണക്ക് പറയേണ്ടി വരും. ഒരാളുടെ ഞാൻ പിരിവ് വാങ്ങിയിട്ട്, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ മുന്നിൽ തന്നെ പറയണം, ഞാൻ ഒരാളുടെ അടുത്തൊന്നും പിരിവ് വാങ്ങിയിട്ടില്ല. അതിവിടെ ചെറുകാട്ട് എക്സ്പോർട്ടിങ് കമ്പനിയുള്ള 3 പേരാണ് എനിക്ക് ക്യാഷായിട്ട് തരുള്ളത്. ആ ക്യാഷ് തന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്യാഷ് പോയ വഴി ഞാൻ അവർക്ക് അപ്പം തന്നെ കാണിച്ചു കൊടുക്കും. അവിടെ പറഞ്ഞത് നിങ്ങളെ തന്നത് ഇതാണ്. പിന്നെ 7 ഷമീർ അദ്ദേഹം തരുന്നതും ഷിറാസ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. മാട്ടി പമ്പ്, വടുതല ജംഗ്ഷനിൽ പമ്പ് കിടന്ന മാട്ടിക്ക, പിന്നെ ക്വാളിറ്റി ജോർജ്, ഇവരൊക്കെ എവിടെയാണോ ഫണ്ട് കൊടുക്കേണ്ടത് അങ്ങോട്ട് അയച്ചു കൊടുത്തോളൂ. നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് നേരെ എൻ്റെ കയ്യിൽ 100% ഉറപ്പ്. അതായത് പണം നമ്മുടെ കയ്യിൽ വരാതെ നമ്മൾ ആ പറഞ്ഞവരുടെ കയ്യിലേക്ക് നേരിട്ടെത്തുന്നു. ഞാൻ ഇപ്പം ഇന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ 200 ചില്ലാനും കുട്ടികൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. അവർക്ക് ബാഗ് വേണം, കുട വേണം. അതിപ്പോഴേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ ഞാൻ അതിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നക്ഷത്ര അവർ ഏകദേശമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ആയിക്കോട്ടെ, നമുക്ക് പരിപാടി കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുക, വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. പിന്നെ നേരത്തെ ചോദിച്ച മാതിരി എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയത്? രാഷ്ട്രീയം എനിക്കുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ആര് നിങ്ങൾ MLA ചോദിച്ചാലും, അത് മുൻ MLA ആണെങ്കിലും ആരാണെങ്കിലും, അത് UDF ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ആര് വന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറ് സാന്താക്രൂസ് സ്കൂളിലെ അധ്യാപകനാണ്. സാറ് വളരെ ഒരു പ്രകൃതി സ്നേഹം കൂടിയാണ് സാർ. സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ വിഷയത്തോടൊപ്പം തന്നെ കുട്ടികളിലൊക്കെ കൃഷിയിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഇടപെടലാണ് മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാഠം 1 കൃഷിപാഠം എന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം കുട്ടികളിലേക്ക് ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം നന്നായി ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം നടത്തുന്ന പരിപാടികളിൽ പലപ്പോഴും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വന്തം വീട്ടിലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രകൃതി സ്നേഹം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് കാർഷിക മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള വളരെ കഠിനപ്രയക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം കുട്ടികളുടെ ഇടയിലും വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എനിക്ക് നല്ല പരിചയമാണ് അദ്ദേഹത്തെ. അത് തന്നെയല്ല, ഈ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അപ്പം പ്രകൃതിയോടാണെങ്കിലും ഇണങ്ങി, മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും പലരെയും സമീപിച്ച് അവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുടെ ഇടങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കൽ ആർക്കു വേണ്ടി സഹായം ചെയ്യണമെന്ന്
ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അപ്പം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞായിരുന്നു. അപ്പം എന്നെ പല പ്രാവശ്യവും അവിടുത്തെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പലതിലും വിളിച്ചിരുന്നു. അപ്പോൾ കൃഷിയാകട്ടെ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം എല്ലാത്തിലും ഉണ്ട്, ഈ പ്രകൃതി സ്നേഹി കൂടെ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിരുന്നപ്പോൾ ഞാൻ അപ്പോൾ ആ ഒരു സ്നേഹബന്ധം വെച്ചുകൊണ്ട് ആരെയോ സഹായിക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു. എനിക്ക് ഒന്ന് സഹായിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ എനിക്കിവിടെ കിഡ്നി അടിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു MLA. അപ്പോൾ എനിക്ക് ഇപ്പം ആരോടും അങ്ങനെ ചോദിക്കാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗായിക ആയതുകൊണ്ട് എനിക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാവരോടും ചോദിക്കേണ്ടതാണ്. നമ്മളന്നൊരേ മറ്റുള്ളവർക്ക് കൊടുത്താണ് നമുക്ക് ശീലം. അല്ലെ നമ്മൾ മറ്റുള്ളവരോട് പണപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറയാൻ ഒരാളുടെ പണം വേണ്ടേ അയാളെ സഹായിക്കണമെങ്കിൽ. അപ്പം അങ്ങനെ പറയാൻ അവരുടെ പണം ഇറങ്ങി അവർക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മറ്റാരോടും അത് പറഞ്ഞില്ല. എന്നാൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം ഇങ്ങനെ തിങ്ങി. അപ്പം ഞാൻ ഈ സുബൈർ മാഷിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡം ഞാനൊരു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം, നമുക്ക് ആ കമ്പനിയിൽ പോയി അവരോട് പറഞ്ഞാൽ അവരപ്പം തന്നെ അവരെ സഹായിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ആ സഹായം മേടിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തു പുള്ളി. അപ്പം നല്ലൊരു മനസ്സിനുടമയാണ്. അതിനെല്ലാം നല്ല കൃഷിയാണെങ്കിൽ പ്രകൃതി സ്നേഹിയാണ്. ഒരു വേറിട്ട പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് സമൂഹത്തിന് വേണ്ടി. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം. അതുകൂടാതെ മനുഷ്യസ്നേഹി കൂടെയാണ്, അതെനിക്കറിയാം. സാന്റക്രൂസ് സ്കൂളിലെ അധ്യാപകൻ ശ്രീ സുബൈർ മാഷ് നമുക്കറിയാം, ഏവർക്കും സുപരിചിതമാണ്. അദ്ദേഹം ഇവിടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്തും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അതിൻ്റെ ഈ കൃഷി എന്നുള്ള ഒരു പാഠം ആ പാഠപുസ്തകത്തിൽ അതിൻ്റെ സ്ഥാനം പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിനും മറ്റ് ഏജൻസികൾക്കും മറ്റ് സംഘടനകൾക്കും അദ്ദേഹം കത്തുകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു പാഠത്തിൽ നമ്മുടെ സ്കൂൾ അധ്യയന പാഠത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ സ്വാഗതാർഹമാണ്. നമുക്ക് ഇന്ന് അന്യം നിന്ന് പോകുന്ന പല മേഖലകളിലും കൃഷിയിടങ്ങളിലൊക്കെ നമുക്കറിയാം വരും തലമുറയും നമുക്ക് ഇനി വന്ന നെക്സ്റ്റ് ജനറേഷന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനോ അതോടൊപ്പം തന്നെ നമ്മളെ മുറ്റത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രയത്നമായിട്ടാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം ജഗദീശൻ ഇനിയും അദ്ദേഹത്തിന് കുറേ ആയുസ്സും ആരോഗ്യം നൽകി ഇനിയും ഒത്തിരി പ്രദേശങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇടപെടൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ കേരള സർക്കാർ അത് ഏറ്റെടുത്ത് കൃഷി ഒരു പാഠമായി സ്കൂളിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. എനിക്ക് ആര് വന്നാലും അത് നാടിന് പ്രയോജനം ചെയ്യുന്നവരായിരിക്കണം. ഇപ്പം അരൂക്കുറ്റി പഞ്ചായത്ത് ഭാഷ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം നാടിന് പ്രയോജനകരമാകുന്ന രീതി. ഇപ്പോൾ വാർഡ് മെമ്പറാണെങ്കിലും ആ വാർഡ് മെമ്പറിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ നിൽക്കില്ല എന്നോ ഇതാണ് എൻ്റെ ഉള്ള ഇമേജിയെ കളയട്ടില്ല പുറത്ത്. രാഷ്ട്രീയത്തിലേക്ക് പോയി അത് രാഷ്ട്രീയക്കാർ അവർ നോക്കിക്കോട്ടെ. അതെനിക്ക് എല്ലാ പാർട്ടിക്കാരും എൻ്റെ ഒപ്പമുണ്ട്. ആൾക്കാർ പറയാതെ ഇന്ന ആളാണ് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇന്ന ആളാണ്. അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ അവിടെ തളച്ചെടുപ്പെടും എന്നുള്ളതാണ് ഉറപ്പുള്ള കാര്യമാണത്. പിന്നെ നമുക്ക് ആ ഫണ്ടിനേക്കാൾ കൂടുതൽ ഫണ്ട് നമുക്ക് വേണ്ട ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പോൾ പെൻഷൻ കിട്ടും. അതല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് മേഖലയിലേക്ക് ചെല്ലാൻ വേണ്ടി പലരും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പല ജോലിയും ഓഫർ ചെയ്ത് ഞാൻ മാർച്ച് 31 ഇറങ്ങിയാൽ ഏപ്രിൽ 1-ാം തീയതി മറ്റേ MMOയിലെ മാനേജർ കൊച്ചി രൂപത താങ്കൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടായിട്ട് പറയുന്നത്. കൊച്ചി രൂപത അങ്ങനെ കൊച്ചി രൂപതയിലെ 28 സ്കൂളുകൾ. ആ സ്കൂൾ എനിക്ക് എൻ്റെ സ്കൂളാണ്. ആ സ്കൂളിലെ അധ്യാപകർ എൻ്റെ സഹോദരങ്ങളാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ എൻ്റെ വിദ്യാർത്ഥികളാണ്. അത് ഞാൻ അവിടെ ഇല്ലെങ്കിലും ആ സ്കൂളുകൾക്ക് ഞാൻ ചെയ്തിരിക്കും. ഇപ്പം എനിക്കൊരു ഒരു പുതിയതായിട്ടൊരു തീരുമാനത്തിലെത്തിയേക്കണം. അൺഎക്കണോമിക്കായ സ്കൂളുകൾ അത് എക്കണോമിക് ആക്കുക. വിദ്യാർത്ഥികളെ നേരെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ട്. സെൻറ് തോമസ് സ്കൂളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിലൊക്കെ അവരുടെ പരസ്യം കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളുകളും ഈ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ കോട്ടയത്തേക്ക് വിളിച്ചിരുന്നു. എക്കണോമിക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത് സാന്റക്രൂസ് മാഷ് സാന്റക്രൂസ് സ്കൂൾ അധ്യാപകനായിട്ട് വരുമ്പോൾ ആ സ്കൂളിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അന്ന് കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കാരണം സ്കൂളിലെ കുറേന്ന് പറഞ്ഞാൽ ആ മിനിമം ജോലി ചെയ്യാൻ പറ്റില്ല. അന്ന് അത്ര ഇപ്പോഴത്തെ മാതിരി ആധാർ കാർഡോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ കുട്ടികളുടെ എണ്ണം കണ്ടാൽ മതിയായിരുന്നു.
ബർത്ത് സർട്ടിഫിക്കറ്റ് തലയെണ്ണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തലയെണ്ണൽ മാറി ഗവൺമെൻറ് വന്ന് അത് തലയെണ്ണൽ മാറ്റി നേരെ ആധാർ കാർഡിലേക്ക് വന്നപ്പോൾ പല സ്കൂളിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാ പത്രക്കാർക്കും മാധ്യമപ്രവർത്തകരും എന്നാൽ അധികം പുറത്ത് വിട്ടിട്ടില്ല. അത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്കൂളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സപ്പോർട്ടിങ് ഇല്ലാത്ത എന്താ പറയുക ഒരവസ്ഥ അവിടെ വന്നിരുന്നു. കാരണം സ്കൂൾ ഡെവലപ്പാക്കിയെങ്കിൽ മാത്രമേ കുട്ടികൾ അധികരിക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വാപ്പ ഭരിച്ചു കിടന്നപ്പോൾ അച്ഛൻ വന്ന് നമ്മുടെ ജോപ്പി അച്ഛൻ, ജോപ്പി കൂട്ടുങ്കൽ. അപ്പോൾ ജോപ്പി കൂട്ടുങ്കൽ അച്ഛൻ ഇവിടെ വരാൻ വേണ്ടി അല്പം താമസിച്ച്. കാരണം എൻ്റെ പിതാവിനെ കുറിച്ചും എന്നെക്കുറിച്ചും എപ്പോഴും ഭയങ്കര അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അച്ഛൻ വരാൻ താമസിച്ചുകൊണ്ട് മയ്യത്ത് ഇവിടെ കൊണ്ടുപോകാൻ താമസിച്ചായിരുന്നു. അപ്പോൾ ഇനി ഏതച്ഛനാണ് വരാറുണ്ട്, എൻ്റെ അച്ഛനല്ലേ മരിച്ചു കിടക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു അച്ഛൻ തന്നെയാണ്. അപ്പോൾ ജോപ്പി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ഡെവലപ്പാക്കാൻ തുടങ്ങി. ഇപ്പം സ്കൂൾ നല്ല എന്താന്ന് പറയുക നമുക്ക് വിട്ടു തന്നു. എന്നെ അവിടെ അച്ഛനോ സ്റ്റാഫോ ഒരാളും എന്നെ പിടിച്ചു വെക്കൂലായിരുന്നു. കറക്റ്റായിട്ട് തന്നെ അവരെന്നെ അഴിച്ചു വിട്ടേക്കായിരുന്നു. അത് വിദ്യാഭ്യാസ ഓഫീസർമാരാവട്ടെ, ഏത് ഓഫീസർ, DD ആവട്ടെ, DG ആവട്ടെ, ആരാണെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നവർക്കറിയായിരുന്നു. ഞാൻ ഒരു സെക്കൻഡ് പോലും ആ സ്ഥാപനം അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ ചെയ്യേണ്ട പ്രവർത്തനം കൃത്യമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് 7:30 ഞാൻ ഇവിടെ ഇറങ്ങണം. കറക്റ്റ് 7:30 ഞാൻ ഇവിടെ നിന്ന് പോകും. ഈ 7:00 പോയാലും ഞാൻ അവിടെ ചെന്ന് നനച്ച് അല്ലെങ്കിൽ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നിങ്ങളെപ്പോഴും നോക്കുമ്പോൾ ഞാൻ ചാനലിൽ കാണും, എപ്പോൾ നോക്കിയാലും പത്രങ്ങളിൽ കാണുമെന്ന് എല്ലാവരും പറയണത്. സ്കൂളിൽ പോകാറുണ്ടോ, HMനോട് ചോദിക്കാറുണ്ട്, സുബൈർ സ്കൂളിൽ വരാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഞാൻ DDO അല്ലെങ്കിൽ AEO വിളിച്ച് പറയും ഇന്നടുത്ത് വരണം, ഇന്ന പരിപാടി ഉണ്ടെന്ന്. അപ്പോഴും പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ജോപ്പി അച്ഛനെ സപ്പോർട്ട് ചെയ്തപ്പോൾ സ്കൂളൊന്നും മാറ്റങ്ങൾ വന്ന് സോഫിയ ടീച്ചറുണ്ടായിരുന്നു, നമ്മുടെ പഴയ HM സോഫിയ ടീച്ചർ. നെറോലാക്ക് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഒന്ന് ക്ലിയറായി അവർ വന്നപ്പോൾ പിന്നെ അവിടെ കാരുണ്യ സംഘവേദി ബോണിഫസിൻ്റെയൊക്കെ കാരുണ്യ സംഘവേദി വന്ന് അപ്പോൾ അവരെനിക്ക് കുറേ നല്ല ഫലവൃക്ഷ തൈകൾ നട്ടു തന്ന് അത് ഞാൻ സംരക്ഷിച്ചു. പിന്നെ KJ മാക്സിയുടെ സപ്പോർട്ട്, IBEഡിൻ്റെ സപ്പോർട്ട്, ആൻ്റണി കുര്യത്തറയുടെ സപ്പോർട്ട്, കൊച്ചിൻ കോർപ്പറേഷൻ്റെ സപ്പോർട്ട് എല്ലാം കൂടി വന്നപ്പോൾ അവിടെ ഒരു എന്താ പറയുക മാറ്റങ്ങൾ വന്നു. അപ്പോൾ കുട്ടികൾ അധികരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എക്കണോമിക്കായി അധ്യാപക സ്ഥിരം എല്ലായിടത്തും പോസ്റ്റ് പോയപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പോസ്റ്റ് വന്നു വരുത്തിച്ചു. ഇപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്ത് അപ്പോൾ ആ ജോപ്പിച്ചൻ പറഞ്ഞു, എടാ നീ ഇത്രയും ദൂരത്തു നിന്നാണല്ലോ വരുന്നത്, അരൂരേക്ക് മാറ്റം തട്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആ പാവപ്പെട്ട കുട്ടികളെ മതി, കൊച്ചി മതി. കൊച്ചിയിൽ നിന്ന് ഞാൻ വിട്ടു പോരില്ല, ഇനിയും പോരില്ല എന്ന് തന്നെ തീരുമാനിച്ചേക്കണത്. അരൂരും കൊച്ചി രൂപതയുടെ വിദ്യാലയങ്ങളുണ്ട് അല്ലേ? അരൂരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആന്റണി അഞ്ചുതൈക്കൽ കോർപ്പറേറ്റ് മാനേജർ പുള്ളിയാണ്. അന്ന് സലാമൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് എല്ലാ വർഷം 2007 കൊടുത്ത റംസാൻ കിറ്റ്, അത് എൻ്റെ വിഹിതവും സക്കാത്തിൻ്റെ വിഹിതം ഉണ്ടല്ലോ, ഈ ചെറുകാട്ട് അവരുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷമുണ്ട് 2007 തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക 10 വർഷത്തിന് മേലെ 17 വർഷം അന്ന് തുടങ്ങി. ആ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്ത് 2007 ആ റംസാൻ എന്നാണോ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം അത് ഇവിടെ ചെയ്തതായിട്ടൊക്കെ ചെയ്തതുകൊണ്ട് അവിടെ അപ്പം തന്നെ കൊടുത്തില്ല. അന്ന് കുറച്ച് കുട്ടികളല്ലേ, അധികമൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ കുറേ കുട്ടികളുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കുറച്ചല്ല വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എനിക്ക് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തൂലേ അവിടെ. ഹിന്ദു കുട്ടി, ക്രിസ്ത്യാനി കുട്ടി, മുസ്ലിം കുട്ടി അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ മക്കളാണ് അതെല്ലാം. ആ മക്കളെ വിട്ടുപോകുമ്പോൾ ഉള്ള ഒരു പ്രയാസമുണ്ട് ഇപ്പോഴും. അത്രക്ക് സ്നേഹമാണ് അവർക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇതിന് പോയപ്പോൾ കാർണിവലിൽ പോയപ്പോൾ കുട്ടികളെല്ലാം മതിലിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഞാനും വൈഫും മക്കളും കൂടി നടന്നപ്പോൾ മതിലിൽ നിന്ന് ഇങ്ങനെ ചാടാൻ തുടങ്ങിയിട്ട് ഒക്കെ ചാടണം. ഞാൻ പഠിപ്പം ഒക്കെ ഏഷ്യൻ താടിയൊക്കെ വന്ന കുട്ടികളാണ്. അപ്പോൾ സാറിൻ്റെ അടി കിട്ടി ഞാൻ അടിക്കുമായിരുന്നു, കുട്ടികളെ അടിക്കുമായിരുന്നു. അടിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ആയെന്ന് തോന്നണം, എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ കാഴ്ച ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പോരലും നടക്കൂല. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഏറ്റവും അവസാനം 2024-25 അധ്യയന വർഷത്തിൽ താങ്കൾ വിരമിക്കുകയാണ്. ഈ വിരമിക്കാൻ ഇനി എനിക്ക് തോന്നുന്നു 1 വർഷം ബാക്കിയുള്ളപ്പോൾ പോലും കൊച്ചിയിൽ ഇത്രയും മികച്ച ഒരു
പ്രവർത്തനം നടത്തിയൊരു അധ്യാപന എൻ്റെ പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, നല്ല അധ്യാപകരൊക്കെ ഉണ്ട് കേട്ടോ. പഠനത്തോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, മറ്റ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം, ഇതെല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അധ്യാപകനെ ഞാൻ അധികം കണ്ടിട്ടില്ല. താങ്കൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ടും ഒരു മികച്ച അധ്യാപകനുള്ള അവാർഡ് താങ്കളെ തേടിയെത്തിയില്ല. അത് അതിനുവേണ്ടി അപേക്ഷിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടും അത് കിട്ടാതെ പോയതാണോ? അങ്ങനെയല്ല, അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റോട് ഞാൻ പറയുന്ന കാര്യമാണ്, ഇപ്പോഴും ഞാൻ പറയണം, ഗവൺമെൻറ്റോട് പറയുന്ന ഏറ്റവും വലിയൊരു നിർദ്ദേശം, എൻ്റെ HM, എൻ്റെ PTA പ്രസിഡൻറ്റ്, എൻ്റെ PTA അംഗങ്ങൾ, എൻ്റെ മാനേജ്മെൻറ്റ്, എൻ്റെ കൗൺസിലർ, എൻ്റെ MLA, എൻ്റെ MP, എൻ്റെ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഇവരാണ് എന്നെ വിലയിരുത്തുന്നത്. എന്നെ വിലയിരുത്തിയിട്ട് അവർ വഴി കൊടുക്കണം. ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, സ്കൂളിൽ HM കൊടുക്കാമെന്ന്. HM കൊടുക്കാം അപേക്ഷ. ഇപ്പം അതുകൊണ്ട് ഹണിസാറ്, എൻ്റെ ഇപ്പോഴത്തെ HM ഹണിസാറ് എന്ത് കണ്ടാലും ഹണിസാർ അപ്പം തന്നെ എൻ്റെ പേരിൽ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ അംഗീകാരങ്ങൾ കിട്ടിക്കഴിഞ്ഞു, ഇനി കിട്ടാൻ കിടക്കണം. സാറ് ഒരുപാട് അടുത്ത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാർ ഞാൻ കൊടുക്കൂല, അല്ല HM കൊടുക്കാന്ന് ഇപ്പോൾ പറയണം. ഇപ്പോൾ സാറ് കൊടുക്കുമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒറ്റ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസർമാരും AEO തലത്തിൽ ഒരു അംഗീകാരം കൊടുക്കുന്നത് ആയിട്ടുള്ള അറിവ് എനിക്കില്ല. കൊച്ചി നമ്മുടെ മട്ടാഞ്ചേരി സബ് ജില്ലയിലെ സുധാ മാഡവും AEO ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും കൂടി എനിക്ക് കഴിഞ്ഞ വർഷമായിരിക്കുന്ന മൊമെന്റോ അവരുടെയാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടപ്പോൾ പല ജില്ലയിൽ നിന്നും ഇതെങ്ങനെ കിട്ടിയെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ AEO പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട പ്രവർത്തനമെന്ന് പറയുന്നു. അങ്ങനെ കിട്ടിയതാകാം, എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്ന്. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കമ്മിറ്റി, ഇപ്പോൾ ഞാൻ എടുക്കുന്ന കമ്മിറ്റി അവിടെ KTF, കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ, ആ കമ്മിറ്റി, ആ സംഘടനയുടെ കീഴിൽ നിന്നിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സംഘടന ഒരു കമ്മിറ്റി എടുത്താൽ, റിസപ്ഷനോ എന്തെങ്കിലും എടുത്താലും ആർക്കെങ്കിലും വേണ്ടാത്താണെങ്കിലും ഞാനതെടുക്കും. എൻ്റെ റിസപ്ഷൻ്റെ പണി കഴിഞ്ഞാൽ, അതായത് ആർക്കും വേണ്ടാത്തുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തോളാം, അത് എടുത്തോളാം. ക്ലീൻ ആക്കണമെങ്കിലൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പം കലോത്സവത്തിൽ കണ്ടത് അപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പുന്ന ടൈമാണെങ്കിൽ അവിടെ വേറെ വിളമ്പും. പ്രോഗ്രാം ആണെങ്കിൽ ഷിബു സാറിൻ്റെയും അൻവർ സാറിൻ്റെ കൊടുത്ത് അത് കിടന്ന് ഓടിടക്കും. ഇപ്പോൾ ഫുഡൊക്കെ ചിലപ്പോൾ ഡെറിൻ സാറൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അവരുടെ കൂട്ടത്തിൽ നടന്ന് അത് നടത്തും. പബ്ലിസിറ്റി ഇപ്പോൾ വേറെ സംഘടനയാണെങ്കിൽ ഫെബിൻ സാറൊക്കെ ആണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പബ്ലിസിറ്റിയുടെ കാര്യം നോക്കും. അതിപ്പോൾ സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് തലത്തിലെ കലോത്സവത്തിൽ പോകാറുണ്ടല്ലോ, സ്ഥിരം പോകാറുണ്ട്. ഇപ്പോൾ ഈ എനിക്ക് ഒരു അവാർഡ് തരണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അപേക്ഷ കൊടുക്കുന്ന അത് ഒരു അനുചിതമായ കാര്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അത് തന്നെയാണ് ഞാൻ പറയണത്. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റോട് ഇപ്പോഴും പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അധ്യാപക അവാർഡ് കൊടുക്കുമ്പോൾ അധ്യാപകരെ കണ്ടെത്തുന്നത് അത് ഏത് മേഖലയാവട്ടെ. ഇപ്പോൾ കൃഷിയിൽ എനിക്ക് ചിലപ്പോൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് വരും ഒരു സോപ്പ് പൊട്ടി പോലും തന്നിട്ടില്ല. എന്നാൽ എനിക്കിവിടെ ഒരുപാട് കൃഷികളുള്ള ഒരാളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കുരുമുളക് എനിക്കുണ്ട്, അതുപോലെ ജാതിക്ക ഉണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ പുളി എനിക്കാണുള്ളത്. ഇതൊക്കെ കൃഷിയല്ലേ. തെങ്ങുണ്ട്. പഞ്ചായത്ത് കാണാതെയാണോ അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. കൃഷി വകുപ്പിൻ്റെ ആണോ അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ കഴിഞ്ഞ നവംബർ 1-ാം തീയതി നമ്മുടെ MLA ദലീമ ജോജോ അവിടെ അബ്രാർ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു പരിപാടിയിൽ വന്നപ്പോൾ ഇങ്ങനെ അവാർഡൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രസംഗത്തിൽ പറയുന്നത് മുന്നിലിരിക്കുന്ന സുബൈർ മാഷ് ഏറ്റവും നല്ല കർഷകനൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അവർ വിചാരിച്ചത് എനിക്കുണ്ടെന്ന് അവർ വിചാരിച്ചത്, അവർ തെറ്റിദ്ധരിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടെന്നുള്ളൊക്കെ അവർ വിചാരിച്ചത്. അപ്പം കിട്ടിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലാണ്. സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ MLA ആയിട്ട് സംസാരിച്ചിരുന്നു, ദലീമ ജോജോ MLA ആയിട്ട് സംസാരിച്ചിരുന്നു. MLA പറയണത് MLA സുബൈർ മാഷിനെ ആദരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നുള്ളതാണ് പറയുന്നത്. അത് ഇത്തിരി വൈകിപ്പോയിട്ടുണ്ട്, എന്നാലും അത് ചെയ്യും എന്നുള്ളതാണ് MLA പറയുന്നത്. സലാം ഭായ്, എനിക്കെന്താ പറഞ്ഞത്, ഈ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെക്കുമ്പോൾ ഇത് നന്നായി എന്ന് പറയുമ്പോൾ കേൾക്കാനാണ് ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി
അവൻ അറബി ഭാഷ പഠിക്കുക അല്ലെങ്കിൽ ഒരു കല പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലാപ്പ് കൊടുക്കുമ്പോൾ അവനൊരു സപ്പോർട്ടിങ് ആയി. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അവന് ഓട്ടോയൊക്കെ ഓടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനം അവൻ ഒറ്റയ്ക്ക് തോളത്തിട്ടടിച്ച് നന്നായി. ഇപ്പോൾ SBIയിൽ ബാങ്ക് മാനേജർ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ അബ്രാർ കോളേജ് ഉണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ പറയാറുണ്ട്. നദുവത്തുൽ ഇസ്ലാം സമാജത്തിൻ്റെ കുറേ സ്ഥാപനങ്ങളുണ്ട്. മറ്റത്തിൽ പോയ സ്കൂള് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ്. അരുക്കുറ്റി പഞ്ചായത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനമാണ് മറ്റത്തിൽ പോകാൻ ഗവൺമെൻറ് സ്കൂള്. അവരുടെ പ്രവർത്തനങ്ങളിലും ഞാൻ ഇടപെടാറ്. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ ക്ലാപ്പ് കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജലദിനം, ഈ ജലദിനത്തിനോടനുബന്ധിച്ച് ഞാൻ അവിടുത്തെ സാറിനോട് ഞാൻ പറഞ്ഞ്, ഹുസൈബ് പടുതല സാറിനോട് പറഞ്ഞ്, സാറേ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു പ്രവർത്തനം നടത്താം, പരീക്ഷ കൊണ്ടാണ് ആ പ്രവർത്തനം മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത്രയും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ ഒരു പിന്തുണ വേണം എന്തായാലും. അത് ഇനി നല്ലതായിട്ട് ചീത്തതായിട്ട് എന്തോ ആട്ടെ, കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കുടുംബത്തിലെ ഈ കാര്യങ്ങളിലൊക്കെ അവരുടെയൊക്കെ ഒരു അഭിപ്രായം? 100% എനിക്ക് ആദ്യം കിട്ടിയ അംഗീകാരം കൊണ്ടൊന്ന് കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാക്സി സാറ്. അതും ഞാൻ അപേക്ഷ കൊടുക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ. മാക്സി സാറിനും അക്ഷരദീപ് എനിക്ക് സാറ് തന്നതാണ്. മാക്സി സാർ എന്നെക്കുറിച്ച് അന്ന് സാറ് വന്ന കാലഘട്ടത്തിലായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് MLAയുടെ പ്രസംഗത്തിൽ MLA പറയുകയും ചെയ്തു. അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് നേരെ കൊണ്ടുപോയി എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ കൊടുത്തത്. പിന്നെ ആദര സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ലക്ഷദ്വീപുകാരുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും എന്തെന്നാ പറയണത്, ആ സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. ഇതെല്ലാം വാങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ മുഖം വീർപ്പിച്ചെന്നൊക്കെ പോയില്ലേ, അതാണ് എല്ലാം പോയി. എൻ്റെ മക്കൾ മുഖം വീർപ്പിച്ചാൽ പോയി. പക്ഷേ ഇവരെല്ലാവരും എനിക്കുണ്ട്. എപ്പോഴെങ്കിലും വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ ഈ ആരോഗ്യമൊക്കെ നോക്കി ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നാൽ പോരെ, ഇങ്ങനെ ഓടി നടക്കണോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കൂല. ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ആ 2 കിറ്റ് കൂടി ഉണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് പോയിട്ട്. അപ്പൊ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. കാരണം വീട്ടിലൊരു കാര്യത്തിലും മുടക്കില്ല. ഇപ്പൊ ആടുണ്ട്, ആട്ടുകുഞ്ഞിനെ നോക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. വീട്ടിലെല്ലാം സഹായിച്ചിട്ടും ഒപ്പം സഹായിക്കാറുണ്ട്. ഭാര്യയാണെങ്കിലും 3 മക്കളുണ്ട്. മോനാണെങ്കിൽ ഇപ്പോൾ മാജിദ് ലുലുവിൻ്റെ വെയർ ഹൗസിൻ്റെ മാനേജറാണ്. മോള് BCom പഠിച്ചു കഴിഞ്ഞപ്പോൾ ടാലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനാണെങ്കിൽ റിസുവാൻ, അവൻ പിറവത്ത് കോളേജിലാണ് സിവിലിന് പഠിക്കണം. രണ്ടാമത്തത് നമ്മുടെ ഇവിടെ ശ്രീകണ്ഠേശ്വരി സ്കൂളിൽ +1 പരീക്ഷ. മരുമോൻ മാജിദ് ഇടപ്പള്ളിയിലെ വീട്, ലുലുവിൻ്റെ വെയർ ഹൗസിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സുബൈർ മാഷ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ, ഒരു കാരുണ്യ പ്രവർത്തകൻ, ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, കൃഷിക്കാരൻ എന്ന നിലകളിലൊക്കെ. അപ്പൊ ഉമ്മാക്ക് പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ മകനെ കൂടുതൽ എനിക്ക് എൻ്റെ അടുത്ത് കിട്ടുന്നില്ല തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഓർത്താൽ ശരിയാകിയല്ല. അവൻ്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കുടുംബത്തില്ല, വന്ന കാര്യങ്ങൾ മുഴുവനും അവനിക്കാണ് ചുമതല മുഴുവനും. ഇഷ്ടപ്പെട്ട അല്ലേ നമ്മുടെ ഒരു ചെറുപ്പത്തിലേ അതേ വാപ്പയുടെ പുറകെ നടക്കുന്ന ഒരു മകനാണ്. അതുപോലെ അവൻ്റെ കൊച്ചുമോനെ വിളിക്കും, എല്ലാത്തിനും ഇളയതിനെ വിളിച്ചോണ്ടിരിക്കും. വാപ്പ അങ്ങനെയായിരുന്നു, എപ്പോഴും ഈ മകൻ കൂടെ വേണം. വാപ്പാക്ക് ഈ കൃഷിക്കൊക്കെ കൊണ്ടു നടക്കും, കൊച്ചിലെ മുതൽ കൊണ്ടു നടക്കും. അത് കൃഷി ഉണ്ടായിരുന്നു, ചെമ്മീത്തിൻ്റെ പണി, വാറ്റുകെട്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നതായി വീട്ടിൽ. പിന്നെ ഇവനും ഗൾഫിൽ പോയല്ല, പഠിക്കാൻ പോയി. പിന്നെ ഗൾഫിലേക്ക് പോയി. പിന്നെ മൂത്താൾ അയാളും പഠിക്കാൻ പോയി. പിന്നെ പെൺകൊച്ചുങ്ങളാണ്, അവർ പഠിച്ച് അവരെ കെട്ടിച്ച് ഓരോരുത്തരെ. മൂത്തത് കോട്ടയത്താണ് പഠിച്ചത്. അപ്പൊ ഈ മകൻ ഇങ്ങനെ നാട്ടുകാരെയൊക്കെ സഹായിച്ച് എനിക്കതിന് ഇഷ്ടമാണ് സഹായിക്കണം. വാപ്പ സഹായിക്കാറുണ്ട്. വാപ്പാടെ മാതിരി അത്രയും കൊടുക്കില്ല. വാപ്പ എല്ലാം കൈവിട്ട് കൊടുക്കും. വാപ്പ ആരും അറിയില്ല, കൊടുക്കണത് അറിയില്ല നമ്മളൊന്നും. വാപ്പാക്ക് മുതലുണ്ടായിരുന്നല്ലോ ഇഷ്ടം. വാപ്പ വേറൊരു സ്വഭാവക്കാരനാണെന്ന് അറിഞ്ഞു. ഈ
വേർപ്പ് പറ്റുന്നതിനെക്കാട്ടും മുമ്പ് കൂലി കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പണിക്കാരിക്ക്. പണിക്കാർക്കും കൊടുക്കും, വിശക്കണതിനും ഭക്ഷണവും കാശും എല്ലാം കൊടുക്കും. കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അറിയാതെയും കൊടുത്തു. അത്രയും മകൻ എത്തിയിട്ടില്ല. മകനിക്ക് അതിനില്ലല്ലോ അവൻ്റെ കയ്യിൽ. അവൻ പണിയെടുക്കണം. വാപ്പാക്ക് മുതലുണ്ടായിരുന്നു. വാപ്പാക്ക് 5-8 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട്ടി എല്ലാ ആണുങ്ങൾക്കും വീതം, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഉള്ളതിൽ നിന്ന് ഇപ്പോഴും നന്നായി കൊടുത്തോണ്ടിരിക്കുകയാണ് മകൻ കൊടുക്കും. മകനിക്ക് എന്ത് കിട്ടിയാലും അവന് കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം, കൊടുക്കണം. ഇപ്പൊ ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് അതുകൊണ്ട് എന്നിട്ട് ബാപ്പാടെ കയ്യിൽ കൊടുത്ത് ബാപ്പ പറഞ്ഞത് ഉമ്മാടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം അതെന്ത് ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു അത് പാവങ്ങൾക്ക് കൊടുത്തേക്ക് തീരുമാനിച്ചു. കൊടുക്കട്ടെ, പാവങ്ങൾക്ക് കൊടുക്കട്ടെ. അവൻ നിന്നത് തന്നെ തിങ്ങാനാ പഠിച്ചത്. അന്നത്തെ കാലത്ത് വാപ്പ അവിടെ കൊണ്ടേ ആക്കി. ഇത്തിരി മാർക്ക് പോരാതെ ഇപ്പം നമ്മളിവിടെ കോളേജിൽ കിട്ടാൻ. പിന്നെ അത് നമ്മുടെ ഒരു ഉസ്താദ് ഉണ്ട്, അവൻ്റെ ഒരു ഉസ്താദ് തന്നെയാണ്, അറബി ഉസ്താദ് ഉണ്ട്. മരിച്ചിട്ടില്ല, അയാളുണ്ട് ഇപ്പോഴും. മലപ്പുറത്താക്കാം മാമൂ സാഹിബ് എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. വാപ്പായും ആ സാറും കൂടിയാണ് ഇവനെ കൊണ്ടേ ആക്കി. അവിടെ നിന്ന് പഠിച്ച് തീരുന്നതിന് മുമ്പ് പോരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മകനെ പഠിച്ച് തീരണം, അതാ അത്യാവശ്യം. ഗൾഫിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് പോകാം, വിദ്യ നമുക്ക് തരമല്ലേ. ഇന്ന് അതല്ല പോകാമെന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞു അവൻ പോട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടവനായിരുന്നു. അതാണ് എനിക്ക് ഇച്ചിരി കുറഞ്ഞു പോയി. 2 കൊല്ലം കൂടി പഠിക്കണം. ഇല്ല, എന്നാലും എനിക്കന്ന് ബുദ്ധിമുട്ടായിരുന്നു. ഇവനും അതുപോലെ മൂത്തവനാണ് ആ വാതകത്തിന് നേരെ താമസിക്കുന്നത്. അവനും ഇതുപോലെ ഇട്ടേച്ചും പോകാൻ പോയപ്പോൾ ഞാൻ നീ പഠിച്ച് ജയിക്കാദ്യം, എന്നിട്ട് നീ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോളാം. എന്തായാലും മക്കള് പിന്നെ വളരെ ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറിയതിൽ സന്തോഷമുണ്ട്. 2 പേരും അതെ. പെൺമക്കളും കൊടുക്കും, ആമക്കളും കൊടുക്കും. അതുപോലെ അല്ലേ എല്ലാം 5 മക്കളും കൊടുക്കും. മൂത്ത മകളെല്ലാവർക്കും സഹായിക്കും. കാക്കനാട്ടായിട്ട് ഇന്നിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ നിസ്കരിച്ച് കഴിയുമ്പോൾ മകനും മരുമകനും മകളും കൂടി എന്നേച്ചും പോകും. ഒരു നോയിന് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ സന്തോഷം അൽഹംദുലില്ലാ. സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സമയം ഈ പാവങ്ങൾക്കും സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഈ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരാറുണ്ട്. അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരാറുണ്ട്. ഈ മാഷിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകാറുണ്ടോ? ഉണ്ട്. എപ്പോഴെങ്കിലും അതിനകത്തൊരു നിരസം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാനായിട്ട് ഉള്ള ചാൻസ് ഒന്നും കൊണ്ടു വന്നിട്ടില്ല. അല്ല, ഈ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ ഒരു നിരസം തോന്നിയിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യണത്. നമ്മളുടെ ഇതല്ലല്ല, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണല്ലോ. എല്ലാവിധ പിന്തുണയും ഭർത്താവിന് നൽകും. തുടർന്നുള്ള ദിവസങ്ങളിലും അതുണ്ടാവും അല്ലേ? അപ്പൊ ഈ മികച്ച അധ്യാപകനുള്ള ഒരു പുരസ്കാരം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതിൽ വലിയ വിഷമമുണ്ടോ? അത് കൊടുക്കണം. അത് ലഭിക്കേണ്ട വ്യക്തിയാണ് അല്ലേ? അപ്പൊ ഈ ഒരു പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ഒരു കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത് അല്ലേ? അപ്പൊ എന്നാലും സ്വന്തമായിട്ട് കുറെ പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. 2007 മുമ്പ് പണം ഉണ്ടാക്കണം. 2007 ജോലിക്ക് കിട്ടി. 2007, 2008, 2009, 2010, 2011 അബ്ദുൾ റബ്ബ് വന്നപ്പോ അത്രയും വർഷത്തിന് ശമ്പളം ഇപ്പോഴും കിട്ടിയിട്ടില്ല. 2025 ഇറങ്ങാൻ പോവുകയാണ്. 5 വർഷത്തെ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 2011 ശമ്പളം കിട്ടിയപ്പോൾ കണ്ണൂർ വെച്ച് നമ്മുടെ കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ഒരു വലിയ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അവിടെ വെച്ച് ഞാൻ അബ്ദുൾ റബ്ബിന് എനിക്ക് അന്ന് കിട്ടിയ തുക, അന്ന് എനിക്ക് കുറേ തുക ശമ്പളം കിട്ടിയിരുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ശമ്പളം പാവങ്ങൾക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, അത് എൻ്റെ ഉമ്മടയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിപ്പോൾ തീരുമാനം പറയാം. 2 പേരും കൂടി തിരിച്ചു തന്നിട്ട് പറഞ്ഞ് നീ പാവങ്ങൾ കൊടുത്തോ. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോടും ചോദിച്ചു, ഞാൻ കൊടുത്തോട്ടെ എന്ന്. ഇപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ജീവകാരുണ്യ പദ്ധതി എന്ന് പറയുക കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ 2011 ആരംഭിച്ച പണി ഇങ്ങോട്ട് ഈ സമയം വരെ ഇപ്പോൾ ഞങ്ങൾ വീട് പണിത് കൊടുത്തു. എല്ലാവരും റമദാൻ മാസത്തിൽ 500 രൂപയിൽ മേലെ ആർക്ക് വേണമെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇടാം, ആ സംഘടനക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വീട് പണിത്, കൊല്ലത്തൊരു വീട് ഞങ്ങൾ പണിത് കൊടുത്തു. 2011 പോലല്ല, അതിനു മുമ്പ് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീടായിട്ട് പണിത് കൊടുത്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം. ഈ 5 വർഷ കാലയളവിൽ 5 വർഷക്കാലം 1 രൂപ
ഈ അധ്യാപനം നടത്തിയതിന് കിട്ടിയിട്ടില്ല. ഇല്ല. ഈ 5 വർഷം ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ ജോലിക്ക് കയറിയ ആ സമയം മുതലാണ് റംസാൻ കിറ്റ് ഈ കുട്ടികൾക്ക് നൽകിയിരുന്നത്. ശമ്പളവും ഇല്ല, എന്നാൽ റംസാൻ കിറ്റ് കൊടുക്കും, കാരുണ്യ പ്രവർത്തനം ചെയ്യുകയും ചെയ്യും. എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ട്? ഞാൻ റിലയൻസിലായിരുന്നു പറഞ്ഞല്ലോ. റിലയൻസിൽ എനിക്ക് വലിയ വരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് പണം ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. നേരത്തെ സമ്പാദിച്ചു വെച്ച കാശ് അന്ന് ഞാൻ എൻ്റെ നമുക്ക് സ്കൂളിലൊക്കെ ഓരോ പ്രവർത്തനത്തിന് പൈസ കൊടുക്കണമല്ലോ. ശമ്പളം ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. സ്കൂളിൽ എന്താവശ്യത്തിനാണ് ഞാൻ കൊടുക്കും. അതിപ്പോൾ റംസാൻ കിറ്റ് ആവട്ടെ, സ്കൂളിലെ പ്രവർത്തനങ്ങളാവട്ടെ, ഒരു ചായ കുടിക്കുമ്പോഴുള്ള ഈ പിരിഞ്ഞു പോണേക്കാൾ മുമ്പ് ഈ 5 വർഷത്തെ കിട്ടുമെന്ന് വല്ല പ്രതീക്ഷ? ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സർക്കാർ തരും, ഉറപ്പാണ്. പൈസ തരുമെന്ന് സർക്കാർ ഉറപ്പിച്ചേക്കാണ്. അതിൽ എല്ലാ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞു. മറ്റേ നമ്മുടെ AEO സുധാ മാഡം, അതുപോലെ ഹണിജി അലക്സാണ്ടർ, നമ്മുടെ DD, അവരൊക്കെ നിർദ്ദേശം കൊടുത്തു. പഴയ DG ജീവൻ ബാബു സാറ്, സന്തോഷ് സാറ്, അതുപോലെ തന്നെ ഷൈമോൻ സാറ്, ഇപ്പോഴത്തെ ഷാനവാസ് സാർ, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ശമ്പളം കൊടുക്കണമെന്ന്. അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ AEOയിലുണ്ടത്. AEO സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള 100% ഉറപ്പാണ്. അത് കിട്ടിയാൽ തന്നെ തെറ്റില്ലാത്തൊരു ഫണ്ട് കൊച്ചിയിലുള്ള മക്കൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എപ്പോഴും നിൽക്കണം. പിന്നെ ഈ യാത്രയപ്പ്, കുറേ ഭക്ഷണം കഴിക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അതിന് വേറിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു യാത്രയപ്പ് നടത്താറുണ്ടല്ലോ. അതായത് ഈ യാത്രയപ്പ് സ്വാഭാവികമായിട്ടില്ല. അപ്പം ഈ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കുറേ ആളുകളെ വിളിച്ച് കുറേ ഭക്ഷണം കൊടുക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് കൊടുക്കും. അതാണ് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ 2025 പോകുന്നില്ല. ഞാൻ അധ്യാപക ജീവിതത്തിൽ പോകുന്നില്ല. അധ്യാപന ജീവിതം നമ്മൾ ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ലല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഉള്ളിൽ, വിരമിക്കുന്നതിൻ്റെ ഉള്ളിൽ മികച്ച അധ്യാപകനുള്ള ഒരു പുരസ്കാരം തരുവാൻ സർക്കാർ സന്നദ്ധമാകട്ടെ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. മാത്രമല്ല, അധ്യാപക ജീവിതം പിരിഞ്ഞു പോന്നാലും തുടരാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ അധ്യാപനം. അപ്പോൾ അത് തുടരണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കണം എന്നൊക്കെ. അതിനുവേണ്ടി കൂടുതൽ ദീർഘായുസ് തരുന്നതിന്, ഇപ്പോൾ ആരോഗ്യത്തോടുള്ള ദീർഘായുസ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒപ്പം കൂടി എനിക്ക് പറയണത്, നമ്മുടെ കൊച്ചിയിലുള്ള പ്രസ് ക്ലബ്ബ്, എല്ലാ പത്രപ്രവർത്തകരും ചാനലുകാരുമാണ് എന്നിങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ അത് നമ്മുടെ മനോരമയുടെ സേവർരാജു പറയും, സാർ ഇങ്ങനെ എഴുതണമെന്ന്. സലാമിക്ക പറയുന്നു, അവിടെ CC ചാനലിലെ സലീമിക്ക പറയുമായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടാന്ന്. പിന്നെ നിങ്ങളുടെ ക്യാമറാമാന്മാരൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. ഇപ്പോൾ ഇന്ദു ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നെ ചെയ്യണം, എന്നിട്ട് ഈ വീഡിയോ എനിക്ക് വിട്ടു തന്നെ എന്ന് പറയും. വിട്ടേ കൊടുക്കും. അത്രല്ല, ഇല്ലല്ല, നല്ല ഫ്രണ്ടാണ് കേട്ടോ. ഇല്ലില്ല, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും. സലാമിക്ക കുഴച്ചു തരില്ലേ, രണ്ടുപേർക്ക് കുഴച്ചു തരില്ലേ, തെറ്റുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴച്ച് ഇന്നലെ എന്നെ തെറ്റുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അവർക്ക് പ്രത്യേകം നന്ദി. കാരണം എൻ്റെ ഉയർച്ചയുടെ ഒരു ഭാഗം അവരാണ്. ഇല്ല, ഒന്നല്ല, എനിക്ക് അധ്യാപകരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കണത് മാധ്യമപ്രവർത്തകർ. അത് നിങ്ങളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ദിവസം പോലും എൻ്റെ വാർത്ത ഇല്ലാത്ത പേജുകളില്ലായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.